ഹലോ എവരിവൺ, SBI മ്യൂച്വൽ ഫണ്ട് ഓഫർ ചെയ്യുന്ന സ്മോൾ ക്യാപ് ഫണ്ടിനെ റിവ്യൂ ചെയ്യാൻ പോവുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ. തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻവെസ്റ്റ്മെന്റ്, പേഴ്സണൽ ഫിനാൻസ്, മ്യൂച്വൽ ഫണ്ട് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഓരോ ദിവസവും പല വീഡിയോകളായിട്ട് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. അതൊന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. സെപ്റ്റംബർ 9, 2009 ഈ ഫണ്ട് നിലവിൽ വരുന്നത്. ജനുവരി 2013 ഈ ഫണ്ടിലേക്ക് ഡയറക്റ്റ് ഓപ്ഷൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ ഇതിന്റെ പേര് SBI സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്നായി. ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത് മിസ്റ്റർ ആർ ശ്രീനിവാസൻ, മിസ്റ്റർ മോഹിത് ജെയിൻ എന്നിവർ ചേർന്നാണ്. നവംബർ 2013 മുതലാണ് മിസ്റ്റർ ശ്രീനിവാസൻ ഈ ഫണ്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന് ഈ ഇൻഡസ്ട്രിയിൽ 30 വർഷത്തെ അനുഭവ സമ്പത്തുണ്ട്. അദ്ദേഹം നിലവിൽ SBI മ്യൂച്വൽ ഫണ്ടിന്റെ ഇക്വിറ്റി വിഭാഗത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓഫീസറാണ്. ഈ ഫണ്ടിന്റെ ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് മോഹിത് ജെയിൻ കൈകാര്യം ചെയ്യുന്നത്. SBI സ്മോൾ ക്യാപ് ഫണ്ടിന്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് S&P BSE 250 സ്മോൾ ക്യാപ് ഇൻഡെക്സ് TRI ആണ്. ഈ ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് അഥവാ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. വിവിധ തരത്തിലുള്ള സ്മോൾ ക്യാപ് കമ്പനികളുടെ ഇക്വിറ്റി സ്റ്റോക്കുകൾ വലിയ നിക്ഷേപം നടത്തിക്കൊണ്ട് ലിക്വിഡിറ്റിയും ലോങ് ടേം ക്യാപിറ്റൽ അപ്രിസിയേഷനും ഇൻവെസ്റ്റേഴ്സിന് നൽകുക എന്നതാണ് ഈ സ്കീമിന്റെ ലക്ഷ്യം. ഈ ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയിലേക്ക് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത് ഒരു ബ്ലെൻഡഡ് അപ്രോച്ച് ആണ്. എന്താണെന്ന് പറയാം. ഇൻവെസ്റ്റിങ്ങിൻ്റെ 2 സ്റ്റൈലുകളാണ്, ഗ്രോത്ത് സ്റ്റൈലും വാല്യൂ സ്റ്റൈലും. ഇത് രണ്ടിൻ്റെയും ഒരു ബ്ലെൻഡാണ് ഈ ഫണ്ട് പോർട്ട്ഫോളിയോ ഫോളോ ചെയ്യുന്നത്. മാത്രമല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ബോട്ടം അപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്രോ എക്കോണമിക് കണ്ടീഷൻസ്, മാർക്കറ്റ് സൈക്കിൾസ്, ഇൻഡസ്ട്രീസ് എന്നിവയെക്കാളും ഒക്കെ പ്രാധാന്യം ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളുടെ പെർഫോമൻസിൻ്റെ അനാലിസിസിൽ കൊടുത്തുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് ബോട്ടം അപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ കാറ്റഗറി മിക്സിനെ കുറിച്ച് സംസാരിക്കാം. സ്മോൾ ക്യാപ് പ്രധാനമായും ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്മോൾ സൈസ് ഉള്ള കമ്പനികളുടെ സ്റ്റോക്കുകളാണ് എന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സെബിയുടെ റൂൾസ് അനുസരിച്ച് സ്മോൾ ക്യാപ് ഫണ്ടുകൾ അവരുടെ അസറ്റുകളിൽ 65% സ്മോൾ ക്യാപ് കമ്പനികളുടെ ഇക്വിറ്റി ആൻഡ് ഇക്വിറ്റി ലിങ്ക്ഡ് ഇൻസ്ട്രുമെന്റ്സ് എന്നിവയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമെന്നാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഫണ്ട് അതിന്റെ അസറ്റുകളുടെ 65% കൂടുതൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു അലോക്കേഷൻ മിഡ് ക്യാപ് സ്റ്റോക്കുകളിലും നൽകുന്നുണ്ട്. മാർച്ച് 2022 മുതൽ ഈ ഫണ്ട് മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ നടത്തുന്ന അലോക്കേഷൻ വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2022 മുതൽ ഈ ഫണ്ട് ക്യാഷിൽ നടത്തുന്ന അലോക്കേഷനും കുറഞ്ഞിട്ടുണ്ട് എന്ന് കാണാം. മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിന് പുറമെ പോർട്ട്ഫോളിയോ റിസ്ക് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഇവരുടെ നെറ്റ് അസറ്റുകളുടെ 6% ഡെറിവേറ്റീവ് പൊസിഷൻസിൽ ഹോൾഡ് ചെയ്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്വിറ്റി, ഡെറ്റ്, ഡെറിവേറ്റീവ് ഇതെല്ലാം ഉൾപ്പെടുന്ന ടോട്ടൽ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ ഈ പോർട്ട്ഫോളിയോയുടെ ടേൺ ഓവർ 0.48 ടൈംസ് ആണ്. പക്ഷേ നമ്മൾ പോർട്ട്ഫോളിയോയുടെ ടേൺ ഓവറിൻ്റെ ഇക്വിറ്റി പോർഷൻ മാത്രം എടുത്ത് പരിശോധിച്ചാൽ അത് 0.1% ആണ്. ഇത് കാണിക്കുന്നത് താരതമ്യേന കുറഞ്ഞ സ്റ്റോക്ക് ചേൺ റേറ്റ് ആണ് ഈ ഫണ്ടിനുള്ളത് എന്നുള്ളതാണ്. 2017 സെബി മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെ പല കാറ്റഗറികളായിട്ട് തരംതിരിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കിടയിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഫുൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടിസ്ഥാനപ്പെടുത്തി ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് എന്നിങ്ങനെ സ്റ്റോക്കുകളെ തരംതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ 1 മുതൽ 100 വരെ റാങ്കുകളിൽ വരുന്ന ലിസ്റ്റഡ് കമ്പനികളാണ് ലാർജ് ക്യാപ് കമ്പനികൾ. 101 മുതൽ 250 റാങ്ക് വരെയുള്ള ലിസ്റ്റഡ് കമ്പനികളെ മിഡ് ക്യാപ് കമ്പനികൾ എന്നും 250 മുതൽ പിന്നീട് അങ്ങോട്ട് റാങ്കുകളുള്ള കമ്പനികളെ സ്മോൾ ക്യാപ് കമ്പനികളും എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് SBI സ്മോൾ ക്യാപ് ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയെ കുറിച്ചൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. ഇതിൽ ഉൾപ്പെടുന്ന സെക്ടറുകളും സ്റ്റോക്കുകളും എത്തരത്തിലുള്ളതാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ SBIയുടെ സ്മോൾ ക്യാപ് ഫണ്ട് ഏതാണ്ട് 50ഓളം ഓഡ് സ്റ്റോക്കുകൾ അതിന്റെ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതിലെ ടോപ്പ് 10 സ്റ്റോക്കുകളുടെ വെയിറ്റേജ് വരുന്നത് ഈ ഫണ്ടിന്റെ നെറ്റ് അസറ്റ് മാനേജ്മെന്റിന്റെ 30%-ഓളമാണ്. ബ്ലൂ സ്റ്റാർ, LG എക്യുപ്മെന്റ്സ്, വേദാന്ത ഫാഷൻസ് തുടങ്ങിയവ ഈ ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയിലെ ടോപ്പ് 5 സ്റ്റോക്കുകളിൽ തുടർച്ചയായി ഇടം പിടിച്ച സ്റ്റോക്കുകളാണ്. മാർച്ച് 2022 മുതൽ 2022 നവംബർ 30 കണക്ക് പ്രകാരം ഈ ഫണ്ടിലെ ടോപ്പ് 10 സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. മറ്റു പല സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ നിന്നും വ്യത്യസ്തമായി SBI സ്മോൾ ക്യാപ് ഫണ്ട് താരതമ്യേന കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോ ആണ് ഉള്ളത്.
SBI സ്മോൾ ക്യാപ് ഫണ്ടിന്റെ നെറ്റ് അസറ്റുകളുടെ 81% അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലെ ടോപ്പ് 10 ഇൻഡസ്ട്രികളിലായിട്ടാണ്. അതുപോലെ തന്നെ നെറ്റ് അസറ്റുകളുടെ 62% അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ടോപ്പ് 5 സെക്ടറുകളിലാണ്. 2022 ജൂൺ മുതൽ ഈ ഫണ്ടിന്റെ ടോപ്പ് 3 സെക്ടേഴ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗൂഡ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, കൺസ്യൂമർ സർവീസസ് എന്നിവയാണ്. ഇതിൽ തന്നെ ക്യാപിറ്റൽ ഗൂഡ്സ് ആണ് പോർട്ട്ഫോളിയോയുടെ 20% വരുന്നത്. കൺസ്യൂമർ ഡ്യൂറബിൾസും കൺസ്യൂമർ സർവീസസും വേറെ തന്നെയായിട്ട് 12 മുതൽ 14% വരെയുള്ള ഒരു റേഞ്ചിലാണ് വരുന്നത്. ഈ ഫണ്ടിന്റെ റിസ്കോമീറ്റർ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ ഫണ്ട് ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഇനി ഈ ഫണ്ടിന്റെ പെർഫോമൻസ് അനാലിസിസിലേക്ക് പോകാം. അതായത് ഈ ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ സ്ട്രാറ്റജി റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഇനി മനസ്സിലാക്കാം. 2013 ജനുവരി മുതൽ 2023 ജനുവരി 5 വരെയുള്ള ഈ ഫണ്ടിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. 2013 മുതൽ നോക്കുമ്പോൾ SBI സ്മോൾ ക്യാപ് ഫണ്ട് 25.66% CAGR ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. 10 വർഷം കൊണ്ട് 25%-ലധികം ആവറേജ് ഇയർലി റിട്ടേൺസ് തന്നു എന്ന് പറയുമ്പോൾ അത് ഈ ഫണ്ടിൽ ഈ കാലയളവിനിടയിൽ തുടർച്ചയായി നിക്ഷേപം നടത്തിയ ഒരു ഇൻവെസ്റ്റർക്ക് മികച്ച സമ്പാദ്യമാണ് നൽകിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് SBI സ്മോൾ ക്യാപ് ഫണ്ടിനെ അതിൻ്റെ ബെഞ്ച് മാർക്കുമായും ജനറൽ മാർക്കറ്റ് റിട്ടേൺസുമായിട്ടും താരതമ്യം ചെയ്യുമ്പോഴുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ കാലത്തും ഈ ഫണ്ട് തുടർച്ചയായി ഒരു ഔട്ട് പെർഫോമർ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ തുടക്കകാലം തൊട്ട് നോക്കുമ്പോൾ ഈ ഫണ്ട് 2 ബെഞ്ച് മാർക്കുകളെയും 2 മടങ്ങ് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സപ്പോസ് 2013 ജനുവരിയിൽ 10,000 രൂപ SBI സ്മോൾ ക്യാപ് ഫണ്ടിൽ ഒരാൾ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 1 ലക്ഷത്തിനടുത്തായിരിക്കും. ഇനി നമുക്ക് ഈ ഫണ്ടിൻ്റെ അതേ കാറ്റഗറിയിൽ വരുന്ന മറ്റു ഫണ്ടുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴുള്ള SBI സ്മോൾ ക്യാപ് ഫണ്ടിന്റെ പെർഫോമൻസിനെ കുറിച്ച് നോക്കാം. 2023 ജനുവരി 5 മുതലുള്ള കമ്പാരിസൺ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ ആവറേജ് കാറ്റഗറി റിട്ടേൺ വെച്ച് കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ അതിനെ മറികടക്കുന്ന പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ഫണ്ടാണ് SBI സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി വളരെ പ്രധാനപ്പെട്ട റേഷ്യോകളെ കുറിച്ച് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. പല ആളുകളും ഫണ്ടുകളുടെ റിട്ടേൺസ് മാത്രം നോക്കി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺസിന്റെ കൂടെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റിസ്കിനെ കുറിച്ചും റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ റിസ്ക് എലമെന്റ് ഡിഫൈൻ ചെയ്യുന്ന ഏതാനും ചില പ്രധാനപ്പെട്ട റേഷ്യോസ് കൂടെ ഇപ്പോൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഒരു ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടോട്ടൽ റിസ്കിനെ അളക്കുന്ന ഒന്നാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതൊരു കോംപ്രഹെൻസീവ് റിസ്ക് മെഷർമെന്റ് ടൂൾ ആണ്. ഈ ഫണ്ടിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 23.49 ആണ്. അടുത്തത് ബീറ്റ. ബെഞ്ച് മാർക്കായി താരതമ്യം ചെയ്യുമ്പോൾ റിസ്ക് എത്രയാണ് എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ബീറ്റ. സാധാരണയായി പറയാറുള്ളത് ബീറ്റ 1-ൽ താഴെയാണെങ്കിൽ മാർക്കറ്റിനേക്കാൾ റിസ്ക് കുറഞ്ഞതായിരിക്കും ഫണ്ട് എന്നതാണ്. ഈ ഫണ്ടിന്റെ ബീറ്റ 0.76 ആണ്. അതിനർത്ഥം ഇത് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ റിസ്ക് ഉള്ള ഫണ്ടാണ് എന്നാണ്. അടുത്തത് ഷാർപ്പ് റേഷ്യോ. ഇത് ഫണ്ടിന്റെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ റേഷ്യോ സൂചിപ്പിക്കുന്നത് ഈ ഫണ്ട് ഒരു യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ എത്ര അധികം റിട്ടേൺ അതിനനുസരിച്ച് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഫണ്ടിൻ്റേത് ഒരു പോസിറ്റീവ് ഷാർപ്പ് റേഷ്യോ ആണ്. ഓരോ യൂണിറ്റ് റിസ്കിനും 0.98 അധികം റിട്ടേൺസ് ഈ ഫണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണാം. അപ്പോൾ SBI സ്മോൾ ക്യാപ് ഫണ്ട് കാറ്റഗറിയിൽ ഒരു ലോങ് ടേം പെർഫോമർ ആണ് എന്ന് നമുക്ക് പറയാം. 2013 ജനുവരിയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലം തൊട്ട് ഈ സ്കീമിന്റെ ഡയറക്റ്റ് പ്ലാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ലോങ് ടേമിലേക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് സമ്പാദ്യം വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷനും നൽകുന്നില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.